Hello my dear students, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പിൽ നമ്മൾ തിരിച്ചിട്ടുണ്ടായി. ഒന്ന് ഇനേർഷ്യൽ ഫ്രെയിം എന്നും രണ്ടാമത്തേത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നും. ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒബേ ചെയ്യുന്ന വിധത്തിൽ നമ്മളെടുക്കുന്ന ബേസ് എന്ത് മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത്, ആ മെഷർമെൻറ്റ്സിന് വേണ്ടിയുള്ള ബേസ് അല്ലെങ്കിൽ റെഫറൻസ് ഫ്രെയിം, അതാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഈ ഫ്രെയിമുകളെല്ലാം നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞെടുക്കാം. ആ ഫ്രെയിമിനെ ബേസ് ചെയ്ത് ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് നീറ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും വെച്ച് എല്ലാ കാര്യങ്ങളും ഒബേ ചെയ്യും. അതുപോലെ തന്നെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ S=UT+1/2 V=U+80 V²=U² ഇതെല്ലാം നമുക്ക് നീറ്റായിട്ട് അപ്ലൈ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നത്തെ കേസാണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയുള്ള ഫ്രെയിമുകൾ കൂടാതെ ഒരു പക്ഷേ നമുക്ക് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഫ്രെയിം അവൈലബിൾ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് എടുക്കുന്ന സമയത്ത് അത് ഒരു മൂവ് ചെയ്യുന്ന ഫ്രെയിമാണ്. മൂവ് ചെയ്യുക ഇൻ ദ സെൻസ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുക. അങ്ങനെയുള്ള ഫ്രെയിമുകളെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഇപ്പോൾ ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യുന്നു വിത്ത് സെർട്ടൻ ആക്സിലറേഷൻ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫ്രീലി ഫാളിങ് കേസിൽ നമ്മൾ അവിടെ ഇരുന്ന് അതിൻ്റെ വെയിറ്റ് നോക്കുന്നു, അല്ലെങ്കിൽ കറങ്ങുന്ന സിറ്റുവേഷൻ, ഒരു യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങുന്നത്. അങ്ങനെ യൂണിഫോം വെലോസിറ്റിയിൽ കറങ്ങുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാ ഫ്രെയിമിനും നമുക്കറിയാം ആ ഫ്രെയിമിലിരുന്ന് നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് റെസ്റ്റിലിരിക്കുന്ന ബോഡിക്കും എന്തുണ്ടാകും, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഫീൽ ചെയ്യും. ആ ആക്സിലറേഷനെ ബേസ് ചെയ്താണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത്. സ്യൂഡോ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ്, ഇല്ലാത്തത്. പക്ഷേ നമുക്ക് ആ മെഷർ ചെയ്യുന്ന ആളുടെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ആൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് വരുന്ന വെലോസിറ്റി, ആ വെലോസിറ്റിയെ ബേസ് ചെയ്തുള്ള ആക്സിലറേഷൻ, ആ ആക്സിലറേഷനെ ബേസ് ചെയ്ത് ഫീൽ ചെയ്യുന്ന ഫോഴ്സ്, ഈ സിറ്റുവേഷൻസാണ് നമ്മൾ കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്തത്. നമുക്കറിയാം അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആ ഫ്രെയിമിനെ വിളിച്ച പേര് നോൺ ഇനേർഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ഫ്രെയിം അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഫ്രെയിം. ആക്സിലറേറ്റഡ് ഫ്രെയിം. ഇങ്ങനൊരു ആക്സിലറേറ്റഡ് ഫ്രെയിമിൻ്റെ ഞാൻ ബ്രാക്കറ്റിൽ റൊട്ടേറ്റിംഗ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു യൂണിഫോം വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫ്രെയിം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ സെൻറ്ററിലിരുന്ന് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന ബോഡിക്ക്, ആ വസ്തുവിന് സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ F0 = -m × A0 വാല്യൂ -ω² എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. വേർ ഒമേഗ ഈസ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി റൊട്ടേറ്റിംഗ് ഫ്രെയിം അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ mω² എന്ന് പറഞ്ഞ് എഴുതി. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഓബ്ജക്റ്റിന് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് മാസ് ഒഴിവാക്കിയാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതേ കണ്ടീഷൻ നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലിരുന്ന് വാച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ആക്സിലറേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സപ്പോസ് ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് മൂവിങ്, ദാറ്റ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. എന്താണ് സംഭവിക്കുകയാണ്? ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലിരുന്ന് വാച്ച് ചെയ്യുമ്പോൾ റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിളിന് പകരം ആക്സിലറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കതൊന്ന് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നമുക്കൊന്ന് കൊണ്ടുവരാം. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാര്യം ഒരു പ്രത്യേക ഒരു ഫോഴ്സ്, കോറിയോളിസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഫോഴ്സിലേക്ക് നമുക്ക് എത്തിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഏതെങ്കിലും ഒരു ഫ്രെയിം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എസ് ഫ്രെയിം എന്നും S' ഫ്രെയിം എന്നും. എസ് ഫ്രെയിം എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നത് സ്റ്റേഷനറി ഫ്രെയിം, S' ഫ്രെയിം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് റൊട്ടേറ്റിംഗ് ഫ്രെയിം. മൂവിങ് ഫ്രെയിം എന്ന് നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിലൊക്കെ ഇനേർഷ്യലിൽ മൂവിങ് എന്ന് പറഞ്ഞു. ഇവിടെ മൂവിങ് എന്ന് പറയുന്നതിന് പകരം ആക്സിലറേറ്റഡ് ഫ്രെയിം. ഹിയർ ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. റൊട്ടേറ്റിംഗ്, റിവോൾവിംഗ് വിത്ത് റെസ്പെക്ട് ടു എ സെർട്ടൻ ആക്സിസ്. How the frame has an angular velocity omega.
അങ്ങനെ ഒരു ആംഗുലർ വെലോസിറ്റിയിൽ തിരിയുന്നു. നമുക്ക് ഈ ഫ്രെയിമുകൾ രണ്ടും, എസ് ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫ്രെയിം, ആ ഫ്രെയിമിൻ്റെ എക്സാക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും, അതേപോലെ തന്നെ എസ് ഡാഷ് ഫ്രെയിമിൻ്റെ എക്സാക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇനീഷ്യൽ കേസിൽ ഇതെല്ലാം ഒരുപോലെ. നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സിറ്റുവേഷനാണ് പറഞ്ഞത്. ഇവിടെ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം സെഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ സെഡ് ആക്സിസിനെ ബേസ് ചെയ്ത് ഈ ഫ്രെയിം തിരിയുന്നു. ഹാസ് ആൻ ആംഗുലർ ആക്സിലറേഷൻ ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്. അങ്ങനെ കറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് പൊസിഷൻ വെക്ടേഴ്സ് ആർ എന്നും ആർ ഡാഷ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതിയാൽ ഇത് രണ്ടും ഒന്ന് തന്നെയായിട്ട് എടുക്കാം. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒറിജിൻ ഇങ്ങനെ ആയതുകൊണ്ട് ആറും ആർ ഡാഷും എന്ന് പറയുന്ന ഈ പൊസിഷൻ വെക്ടർ സെയിം ആണ്. ആ പൊസിഷൻ വെക്ടറിനെ ബേസ് ചെയ്ത് ഈ പാർട്ടിക്കിളിനെ ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് നോക്കിയാൽ ഇറ്റ് ഈസ് ദിസ് വൺ ഒമേഗ സ്ക്വയർ ആർ. വെലോസിറ്റിയുടെ വാല്യൂ ഇറ്റ് ഹാസ് എ ലീനിയർ വെലോസിറ്റി മൈനസ് ഒമേഗ ക്രോസ് ആർ, വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റിവേഴ്സായിട്ട് അത് ഫീൽ ചെയ്യുന്നു. ഒമേഗ ക്രോസ് ആറിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് ലീനിയർ വെലോസിറ്റി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. ബിക്കോസ് ദ ഫ്രെയിം ഇറ്റ് സെൽഫ് ഈസ് മൂവിങ് ഓർ റിവോൾവിങ് വിത്ത് എൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇങ്ങനെ നമുക്കൊരു ലീനിയർ വെലോസിറ്റി ഉണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഫ്രെയിം ഈസ് മൂവിങ്, ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം വി ഡാഷ്, ആ വി ഡാഷിനെ എനിക്ക് നമ്മൾ കഴിഞ്ഞതിൽ വെച്ചിട്ടുണ്ട് യു എക്സ് ഡാഷ് ഈക്വൽ ടു യു ഡാഷ് യു മൈനസ് വി ഓർ യു എക്സ് മൈനസ് വി, എക്സ് കമ്പോണൻ്റ് മാത്രമാണെങ്കിൽ. ഇതേ കൺസെപ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ജനറലായിട്ട് എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനും സെഡ് ഡയറക്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. പകരം വി ഡാഷ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ വി മൈനസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം. വേർ വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേഷനറി ഫ്രെയിം ഓർ ഇനേർഷ്യൽ ഫ്രെയിം. വി ഡാഷ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഈ ഒരു ഫോർമുലയിൽ നിന്ന്, ഈ ഒരു ആശയത്തിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇതിനുണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും, അതിനെ ബേസ് ചെയ്തുള്ള ഫോഴ്സ് എത്രയായിരിക്കും ഞാനൊന്ന് ഡിറൈവ് ചെയ്യണം. നോക്കി, വി ഡാഷ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ആറും ആർ ഡാഷും സെയിം ആയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ആറെന്ന് തന്നെ എഴുതാൻ പറ്റും. കാരണം പൊസിഷൻ വെക്ടറിൽ മാറ്റമില്ല എന്നുള്ളത് എൻ്റെ അസംഷൻ. ഇതിൻ്റെ എന്താ പറയുക, ഒറിജിൻ കോയിൻസൈഡ് ചെയ്യുന്നു. എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഉള്ളത് രണ്ട് ഫ്രെയിമിൻ്റെയും സെയിം ആണ്. അപ്പോൾ ആക്സിസുകൾ സെയിം അല്ലേ. ചേഞ്ച് എന്താ ഉള്ളത്, സെഡ് ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഈ പാർട്ടിനെ ഇങ്ങനെയൊന്ന് എഴുതിയിരിക്കുകയാണ്, ഡി ആർ ബൈ ഡി ടി എസ് മൈനസ് ഒമേഗ ക്രോസ് ആർ, or dr by dt s equal to dr by dt s dash plus omega cross r. ഇതിനിങ്ങോട്ട് എടുത്തിട്ട് ഈ പാർട്ട് ഒരു ഡിഫറൻഷിയേഷനാണ്, ആറിനെ ബേസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. യു തിങ്ക് ആർ ഈസ് എ വെക്റ്റർ, പൊസിഷൻ വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ആശയം ഉപയോഗിച്ച് നമുക്കിതിനൊന്ന് മാറ്റിയിട്ട് അതിൽ നിന്ന് കംപ്ലീറ്റ് ആറ് കളയാൻ സാധിക്കും. ആറ് കളഞ്ഞാൽ ഇക്വേഷൻ ഡി ബൈ ഡി ടി ഓഫ്, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഡി ബൈ ഡി ടി ഓഫ് എസ് ഈക്വൽ ടു d by dt of s dash with respect to s dash plus omega cross മാത്രം. എന്താ ചെയ്തിരിക്കുന്നത്, ഇതിനെ ഞാൻ ജനറലൈസ് ചെയ്തു. മാത്തമാറ്റിക്സിൻ്റെ ആശയം ഉപയോഗിച്ച് ക്രോസ് പ്രോഡക്റ്റിൽ ആറ് ഞാൻ മാറ്റി നിർത്തി, ഇവിടുത്തെ ആറ് മാറ്റി നിർത്തി, ഇവിടുത്തെ ആറ് മാറ്റി നിർത്തി. അപ്പോൾ ദിസ് ക്യാൻ ബി കോൾഡ് ആസ്
an operator form of the equation. Operator form. ക്വാണ്ടം മെക്കാനിക്സിലും പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആശയമാണ് നമുക്ക് ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളത്. വി ഡാഷ് ഈക്വൽ ടു വി മൈനസ് ഒമേഗ ക്രോസ് ആറിൽ നിന്ന് മാറ്റി ഈ വിധത്തിലേക്ക് എഴുതി. അപ്പോൾ വി ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടേക്ക് എഴുതാം കേട്ടോ. ഞാനിങ്ങനെ മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായില്ലേ? ആ പാർട്ടൊന്ന് നോക്കിയാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാങ്കായിട്ടുള്ള സ്ഥലത്ത് എന്ത് വേണമെങ്കിലും ഏത് വെക്ടറിനെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 6 കൊടുക്കാം, അപ്പോൾ ഇത് കിട്ടി. ആക്സിലറേഷൻ കൊടുക്കാം, വെലോസിറ്റി കൊടുക്കാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ എന്ത് കൊടുത്താലും നമുക്ക് എന്ത് വരും? ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്ന വിധത്തിലേക്ക് ഞാനൊന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് വളരെ ഭംഗിയായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇറ്റ് ഈസ് ദി ഓപ്പറേറ്റർ ഫോം ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഓപ്പറേറ്റർ ഫോം ക്യാൻ ബി അപ്ലൈഡ് ടു എനി വെക്റ്റർ. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി വെക്റ്റർ. വെക്റ്റർ മാത്തമാറ്റിക്സിൽ, വെക്റ്റർ ആൾജിബ്രയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പാർട്ടിൽ. ഞാൻ ഈ ഓപ്പറേറ്റർ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വിയുടെ വാല്യൂ ആണ്. വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? യു നോ വി ഈക്വൽ ടു വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇവിടെ ഡി വി ബൈ ഡി ടി ഓഫ് എസ് സ്റ്റേഷനറി ഫ്രെയിമിൽ ബേസ് ചെയ്ത് വെലോസിറ്റി അതിൻ്റെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ഡി വി ഡാഷ് ഡി വി ബൈ എല്ലാത്തിനും കൊടുക്കുന്നു. ഇവിടെ ഞാൻ വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതി ബൈ ഡി ടി എസ് ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ? എന്താ ഇതിൻ്റെ മീനിങ്? എസ് ഡാഷിന് ഫ്രെയിം ഇത് ചെയ്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റേഷനറി ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി ഈ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ അതിന് ഞാൻ എ എന്ന് മാത്രം എഴുതുമെന്ന് വിചാരിക്കും. സ്റ്റേഷനറി ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു ഇത് അല്ലെങ്കിൽ ഇനേർഷ്യൽ എന്നൊക്കെ പറഞ്ഞ് എഴുതും. എ എന്ന് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ? ഡി വി ഡാഷ് ബൈ ഡി ടി ഓഫ് ഇൻ ദ എസ് ഡാഷ് ഫ്രെയിം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ ഇൻ എസ് ഡാഷ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഫസ്റ്റ് ടേമിന് ഇങ്ങനെ എഴുതാം: എ ഡാഷ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് ഫ്രെയിം. ഇത് രണ്ടാക്കി എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഇത് രണ്ടും വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. രണ്ടാമത്തെ ടേമിൽ ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ. ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ചാണ്. യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങുന്ന ഒരു ഫ്രെയിമിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. തോന്നി പോലെ കറങ്ങുന്നതല്ല, യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടോ? ഡി ഒമേഗ ബൈ ഡി ടി 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ടേം പോയില്ലേ? എ ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ്. മൂവിങ് ഫ്രെയിമിനെ ബേസ് ചെയ്ത് ഡി ആർ ബൈ ഡി ടിയിലുള്ള ചേഞ്ചിന് മൂവിങ് ഫ്രെയിമിനെ ബേസ് ചെയ്തുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞ് എഴുതാം. ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് വീണ്ടും അത് തന്നെ ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ ഓർ എ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് 2 into ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ or a dash equal to a minus 2 into omega cross v dash
പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഈ ഡെറിവേഷൻ ഒന്ന് നോക്കിയാൽ ആക്സിലറേഷനാണ്. ഇനേഷ്യൽ ഫ്രെയിമിനെ ബേസ് ചെയ്തുള്ള ആക്സിലറേഷനായിട്ട് കണക്ട് ചെയ്ത് നോൺ ഇനേഷ്യൽ ഫ്രെയിമിനെ ബേസ് ചെയ്തുള്ള ആക്സിലറേഷൻ നമ്മൾ നോട്ട് ചെയ്യാം. ആ ആക്സിലറേഷൻ്റെ വാല്യൂവിൽ എല്ലാത്തിനും എല്ലാ ടേമിനും ഞാൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ കിട്ടി, ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. ഇതൊക്കെ നമുക്ക് എന്തെഴുതാൻ പറ്റും? എം എ ഡാഷ് എം ഇൻറ്റു എ മൈനസ് 2 ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് ഇവിടെ എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. ഈ പാർട്ട് നോൺ ഇനേഷ്യൽ ഫ്രെയിമിനെ ബേസ് ചെയ്തുള്ളതാണ്. ഇത് ഇനേഷ്യൽ ഫ്രെയിമിനെ ബേസ് ചെയ്തുള്ളതാണ്. FI പ്ലസ് FO എന്ന് പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമിലെ ഫോഴ്സിനെ 2 പാർട്ടാക്കി തിരിച്ചു. വൺ ഈസ് ദ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഇനേഷ്യൽ ഫ്രെയിം, ദ അതർ വൺ ഈസ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വൺ. അപ്പോൾ ഈ പാർട്ടിൽ വി ഹാവ് 2 ടേംസ്. എന്തൊക്കെയാണ് 2 ടേംസ്? ഒന്ന് -2m ഒമേഗ ക്രോസ് വി ഡാഷ്, വേറൊന്ന് -m ഒമേഗ ക്രോസ് ആർ. ഇതിൽ ഈ ടേമിന് വളരെയധികം പ്രസക്തിയുണ്ട്. ആ ടേമിനെയാണ് കോറിയോളിസ് ഫോഴ്സ്, എം ഒഴിവാക്കിയാൽ കോറിയോളിസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരുന്നത്. കോറിയോളിസ് ആക്സിലറേഷൻ മാത്രമാണെങ്കിൽ AC = എം ഒഴിവാക്കി -2 ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ്. ആക്സിലറേഷൻ്റെ കൂടെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോറിയോളിസ് ഫോഴ്സ്. രണ്ടാമത്തെ ടേം, ഇതിലെ രണ്ടാമത്തെ ടേം അല്ലെങ്കിൽ ടോട്ടലിൽ മൂന്നാമത്തെ ടേം നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. അപ്പോൾ കറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ആ കറങ്ങുന്നതിന് വരുന്ന ആക്സിലറേഷൻസിൻ്റെ വാല്യൂ, അതിനെ ബേസ് ചെയ്ത് വരുന്ന ഫോഴ്സിൻ്റെ വാല്യൂ, ഈ വക ഡീറ്റെയിൽസാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഈ ഡിറൈവ് ചെയ്ത് കിട്ടിയിരിക്കുന്നതിൽ ഈ പാർട്ടാണ് ഇറ്റ് ഈസ് ദ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഹിയർ. ദാറ്റ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഹാസ് 2 പാർട്സ്. വൺ ഈസ് ദിസ് വൺ. ഇതിൻ്റെ മീനിങ് വി ഡാഷ് ഒമേഗ ക്രോസ് വി ഡാഷ് എന്ന് പറയുന്ന ടേമാണ്. വാട്ട് ഈസ് വി ഡാഷ്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ വെറുതെ ഇരിക്കുന്ന ഒരു ബോഡിയാണെങ്കിൽ ഈ ടേമിന് പ്രസക്തിയില്ല, കാരണം അത് 0 ആണ്. ഏതെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ ഭൂമിയെ നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സാധാരണ കേസിൽ അതില്ലാതെ നമ്മൾ ഫ്രെയിം എടുക്കാം. അല്ലാത്ത സിറ്റുവേഷനിൽ, ഏതെങ്കിലും സിറ്റുവേഷനിലേക്കാണെങ്കിൽ ഭൂമിയിൽ വെറുതെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, നോ മോഷൻ, അങ്ങനെയാണെങ്കിൽ ആ കേസിൽ കോറിയോളിസ് ഫോഴ്സ് ഇല്ല. ബിക്കോസ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0. ദെയർഫോർ കോറിയോളിസ് ആക്സിലറേഷൻ ഈസ് 0. കോറിയോളിസ് ഫോഴ്സ് ഈസ് 0. ഇതെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. കറങ്ങുന്ന ഒരു ഫ്രെയിമിൽ വെറുതെ ഇരുന്നാലും വരുന്നൊരു ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിനെ ബേസ് ചെയ്തുള്ളതാണ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. അത് ഇൻവേർഡ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻട്രിപെറ്റൽ എന്നും അതിന് ഇക്വലൻ്റായിട്ട് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം ഇക്വലൻ്റായിട്ട് വരുന്നതാണ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ്, അതിനെ ബേസ് ചെയ്തുള്ള ആക്സിലറേഷൻ്റെ വാല്യൂ. അപ്പോൾ ഹിയർ ഫോർ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം the fictitious force has 2 components. One is the Coriolis force, the other one is the centripetal force. സെൻട്രിപെറ്റൽ മാറ്റി പറയുമ്പോൾ മീനിങ്ങിൽ മാറ്റം വരരുത്. സെൻട്രിപെറ്റൽ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ ഇൻവേർഡ് ഡയറക്ഷനിലാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് 3rd ലോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്. ഔട്ട്വേർഡ് ഡയറക്ഷനിലുള്ളതിന് നമ്മളെല്ലായ്പ്പോഴും സെൻട്രിഫ്യൂഗൽ, അതാണ് നമ്മൾ നേരത്തെ സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. കാരണം അതിൻ്റെ വാല്യൂ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വിൽ ബി ഓൾവേസ് അലോങ് ദ പൊസിഷൻ വെക്റ്റർ ഔട്ട്വേർഡ് ഡയറക്ഷൻ, ആറിൻ്റെ ഡയറക്ഷനിൽ വരുന്നു. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നും ആ മൈനസ് കളഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ എന്നും പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് കണ്ട് കൺഫ്യൂഷൻ വരരുത്. ഇതാണ് നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ വരുന്ന ഫോഴ്സിൻ്റെ വാല്യൂ. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ടേമാണ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടേമാണ് ദ കോറിയോളിസ് ഫോഴ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ, കോറിയോളിസ് ആക്സിലറേഷൻ.
AC. അപ്പോൾ അതിൽ വി ഡാഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിന് പകരം ഈ ജനറലൈസ് ചെയ്ത് -2 ഇൻറ്റു ഒമേഗ ക്രോസ് വി എന്ന് മാത്രം എഴുതിയാലും മതി. വേർ വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഞാനിവിടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം വിയും വി ഡാഷും കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആശയത്തിന് എവിടേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നോർമലി നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ നമ്മളിപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളും മെഷർ ചെയ്യുന്നത് എർത്തിനെ ബേസ് ചെയ്താണ്. എർത്തിനെ ബേസ് ചെയ്ത് മെഷർ ചെയ്യുന്ന സമയത്ത് എർത്ത് സ്റ്റേഷനറി എന്നുള്ള നിലയ്ക്കാണ്. റോട്ടിലൂടെ കാറ് പോകുന്നു, കാറിൻ്റെ സ്പീഡ് നോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ആക്സിലറേഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നു. ഈ കാൽക്കുലേഷൻസിലെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് എർത്ത് ഈസ് അസ്യൂംഡ് ടു ബി അറ്റ് റെസ്റ്റ്, വെറുതെ ഇരിക്കുന്ന ഓബ്ജക്റ്റ്. കാരണം എർത്ത് കറങ്ങുന്നത് നമുക്കറിയാം 24 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ആക്സിസിൽ അത് സ്പിൻ ചെയ്യുന്നുണ്ട്. ആ സ്പിൻ ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒമേഗയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇവിടെ വരുന്ന എല്ലാ മോഷൻസിനും ഇത് എല്ലാ മോഷൻസിനും അപ്ലിക്കബിൾ ആയതുകൊണ്ട് അത് നമ്മൾ റെസ്റ്റിലെടുക്കണം. പക്ഷേ അതിൻ്റെ മോഷനും കൂടി ഒന്ന് കൺസിഡർ ചെയ്താലോ? അങ്ങനെ ഒരു മോഷൻ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ എടുത്താൽ ഫ്രീലി ഫാളിങ് ഒരു ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റ്, ആ മൂവ്മെൻറ്റ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ആക്സിലറേഷൻ്റെ പ്രസൻസ് വരാം. ആക്സിലറേഷൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ പ്രസൻസായി. വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ദാറ്റ് ഫോഴ്സ്? വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഈ സിറ്റുവേഷനിൽ? അപ്പോൾ കമ്മിങ് ടു ദ റിയാലിറ്റി. എന്തിൻ്റെ റിയാലിറ്റി? എർത്ത് ഈസ് മൂവിങ്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റൊട്ടേഷൻ കൊണ്ട് ഒരു ഫ്രീലി ഫാളിങ് ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്കതൊന്ന് നോട്ട് ചെയ്യാം. ഒന്ന് നോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ദ ഇഫക്റ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഫോർ ദ ഓർ ഓൺ ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന എർത്തിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഓബ്ജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് നോ റെലവൻസ് ഫോർ ദ കോറിയോളിസ് ഫോഴ്സ്, ബിക്കോസ് കോറിയോളിസ് ഫോഴ്സ് ഈസ് -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി. ആക്സിലറേഷൻ ഈസ് -2 ഇൻറ്റു ഒമേഗ ക്രോസ് വി. അത് നമുക്ക് ഒരു ഫ്രീലി ഫാളിങ് ബോഡിക്ക് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഫ്രീലി ഫാളിങ് ബോഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എർത്തിൻ്റെ സർഫസിൽ ഞാൻ നോട്ട് ചെയ്തിങ്ങനെയാണ്. ഇപ്പോൾ ഈ ഇക്വേറ്ററിൽ നിന്നൊരു ആംഗിൾ തിരിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാമെന്ന് വിചാരിക്കും. ഈ ആംഗിളിനെ വിളിക്കുന്ന പേര് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശം. ഇത് ഇക്വേറ്ററാണ്. ഇക്വേറ്ററിൽ നിന്ന് 5 ഡിഗ്രി നോർത്തേൺ സർഫസിൽ വരുന്നത്. ഇതാണല്ലോ ഇതിൻ്റെ നോർത്തേൺ ഡയറക്ഷനിൽ വരുന്നതാണ്. നമുക്കിവിടെ വരുന്ന വെക്റ്റേഴ്സിനെ ഇങ്ങനെയൊന്ന് റെപ്രസെൻ്റ്. അപ്വേർഡ് ഡയറക്ഷനിൽ വരുന്നത് കെ എന്നും, ഇവിടെ ഈസ്റ്റേൺ ഡയറക്ഷനിൽ വരുന്നത് ഐ എന്നും, നോർത്തേൺ ഡയറക്ഷനിൽ വരുന്നത് ജെ എന്ന് എഴുതാൻ വയ്ക്കും. ഒമേഗ ഞാൻ ഇങ്ങനെ കാണിച്ചു. Omega. This angle is phi. I J K. K upward. I eastern direction. J northern direction. നോക്കൂ, നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സോ താഴ്ന്ന +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. IJK വെക്റ്റേഴ്സ്. ഐ എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എക്സ് കമ്പോണൻ്റാണ് XI + YJ + ZK എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ വെക്റ്റർ ഓൾജിബ്രയിലും അതിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനൊക്കെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 വെക്റ്റേഴ്സാണ്, യൂണിറ്റ് വെക്റ്റേഴ്സാണ് IM JK. ഇരിങ്ങാലക്കുടയുടെ ഷോർട്ട് ഫോം എന്നുള്ള നൽകിയല്ല, IJK. ഇതാണ് സ്റ്റാൻഡേർഡായിട്ട് യൂണിവേഴ്സലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. I is the unit vector along the x direction, J is the unit vector along the y direction,
കെ ഈസ് ദ യൂണിറ്റ് വെക്റ്റർ എലോങ് ദ സെറ്റ് ഡയറക്ഷൻ. ഞാൻ അതിനെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തു. എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തു? ഈ സിറ്റുവേഷനിൽ, ഈ എർത്തിൻ്റെ റൊട്ടേഷനിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് കെ ആസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, ഐ ആസ് along the eastern direction, J along the northern direction. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു നോക്കിൻ, ഇതൊക്കെ ഐ മാർക്ക് ചെയ്യാൻ അത്രയ്ക്ക് സുഖമില്ല. ഞാനൊരു ഗ്ലോബിൽ ഈ വിധത്തിലേക്ക് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയുടെ പാർട്ടിൽ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നമ്മൾ നോർത്ത് എർത്ത് തിരിയുന്നത് ഈ വിധത്തിൽ എർത്ത് തിരിഞ്ഞാൽ ഇതിൻ്റെ നോർത്തേൺ ഡയറക്ഷൻ ഇങ്ങനെയാണ്. നോക്കൂ, ഇതിനോട് സർഫസിന് ചേർന്ന് നോർത്തേൺ ഡയറക്ഷൻ ഇന്ത്യയിൽ, കേരളത്തിൽ ഈ വിധത്തിൽ ഈ ഡയറക്ഷനിലാണ് ഈസ്റ്റേൺ ഡയറക്ഷൻ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈസ്റ്റേൺ ഡയറക്ഷനിൽ നേരെ മുകളിലേക്ക് വരുന്നത് കെ. അപ്പോൾ കെ കാണിച്ചിരിക്കുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഔട്ട്വേർഡ് സ്പേസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ആ സ്പേസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന കെ അതുപോലെ തന്നെ ഏത് പോയിൻ്റാണോ കൺസിഡർ ചെയ്യുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എർത്ത് നിൽക്കുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഡയറക്ഷനിൽ ഇതാണ് നമ്മുടെ നോർത്തേൺ ഡയറക്ഷൻ. ഈസ്റ്റേൺ കിഴക്കോട്ടുള്ളത് ഇങ്ങനെയാണ്, ഈ വിധത്തിൽ കെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ 3 വെക്ടേഴ്സിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ പറഞ്ഞതുപോലെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ദേ ആർ ദ 3 യൂണിറ്റ് വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. ആ ജനറൽ സിറ്റുവേഷനിൽ വൺ ഈസ് അലോങ് ദി എക്സ് ഡയറക്ഷൻ, ജെ ഈസ് അലോങ് ദ വൈ ഡയറക്ഷൻ, കെ ഈസ് അലോങ് ദ സെറ്റ് ഡയറക്ഷൻ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹിയർ കെ ഈസ് അലോങ് ദി അപ്വേർഡ് ഡയറക്ഷൻ, ജെ ഈസ് അലോങ് ദ നോർത്തേൺ ഡയറക്ഷൻ, ഐ ഈസ് അലോങ് ദി ഈസ്റ്റേൺ ഡയറക്ഷൻ. അങ്ങനെ നമ്മളൊരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒമേഗയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ആംഗിൾ ഈസ് ഓൾസോ ദ ഫൈ, ദ ലാറ്റിറ്റ്യൂഡ്. Therefore, omega equal to, you can resolve into the 2 components, omega cos phi j plus omega sin phi k. Suppose we consider a particle falling freely. Falling freely means k യുടെ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ ഞാൻ മൈനസ് വി കെ എന്ന് എഴുതിക്കൂടെ? യെസ്, ഇതാണ് നമുക്ക് വരുന്ന കോറിയോളിസ് ആക്സിലറേഷനിലെ 2 ടേംസിൻ്റെയും ഈ സിറ്റുവേഷനിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ. ഏത് സിറ്റുവേഷനിൽ? ഇഫ് യു കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് ഫാളിങ്, മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കല്ല് വീഴുന്നു, ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നു, അല്ലെങ്കിൽ ബഹിരാകാശത്തു നിന്ന് എന്തെങ്കിലും വീഴുന്നു, നേരെ താഴേക്ക് വീഴുന്നു. നേരെ താഴേക്ക് വീഴുമ്പോൾ വേറെ ഒന്നും ആക്ട് ചെയ്യുന്നില്ല, എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നേരെ താഴെയുള്ള പോയിന്റിലേക്കാണ് വീഴേണ്ടത്. ബട്ട് ലെറ്റ് us think what will happen according to this Coriolis. ആ കോറിയോളിസ് ഫോഴ്സ് കൊണ്ട് അവിടെ വരുന്ന ആക്സിലറേഷൻ്റെ വാല്യൂ ഒന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് -2 into omega cross this. Omega is here, omega cos phi j plus omega sin phi k. ക്രോസ് മൈനസ് വി കെ. ക്രോസ് പ്രോഡക്റ്റിൽ കെ ക്രോസ് കെ പോയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ ക്രോസ് കെ 0 ആണ്, ജെ ക്രോസ് ജെ 0 ആണ്, ഐ ക്രോസ് ഐ 0 ആണ്. പിന്നെന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്സിൽ? ഐ ക്രോസ് ജെ കെയും, ജെ ക്രോസ് കെ ഐയും, കെ ക്രോസ് ഐ ജെയും. ജസ്റ്റ് റിവേഴ്സ് ആണെങ്കിൽ ഒക്കെ മൈനസ് ആയിട്ട് വരും. ഒരു സൈക്ലിക് ചേഞ്ച്. ഐ ക്രോസ് ജെ കെ, ജെ ക്രോസ് കെ ദിസ്. ഇതിലൊന്ന് അപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ ടേമിൽ കെ ക്രോസ് കെ പോയി, ഇവിടെ ജെ ക്രോസ് കെ വരും. ജെ ക്രോസ് കെ ഇസ് ഐ, മൈനസും പോയി. 2 omega cos phi into vi or 2 omega v cos phi I. What is the meaning? ഈ ആക്സലറേഷൻ, അതായത് കോറിയോളിസ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോർ ദ ഫ്രീലി ഫോളിങ് ബോഡി ഇതാണ്. അതിനനുസരിച്ച്
കോറിയോളിസ് ഫോഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ്, ദാറ്റ് ദ ആക്സിലറേഷൻ? along I direction, along eastern direction. That means when a body is falling down vertically, it has or it experiences an acceleration towards the eastern side, towards the eastern side. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഇന്ത്യയിൽ, അപ്പുറത്ത് ന്യൂസിലൻഡിലോ അവിടേക്കാണെങ്കിലോ സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നേരം പറയും, കാരണം ഈ ആംഗിൾ ഫൈ എന്ന് പറയുന്നത് മൈനസായിട്ട് മാറും. അപ്പോൾ എലോങ് ദി നോർത്തേൺ ഹെമിസ്ഫിയർ വെൻ എ പാർട്ടിക്കിൾ ഈസ് മൂവിങ്, നേരെ താഴെ വീഴില്ല എന്ന്. എൻ്റെ തലയിലേക്ക് നേരെ ഒരു കല്ലിട്ടാൽ ആ തലയിലല്ല വീഴുക, സ്വല്പം കിഴക്കോട്ട് മാറിയിട്ടായിരിക്കും വീഴുക. ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ ടുവേർഡ്സ് ദ ഈസ്റ്റേൺ സൈഡ്. ആക്സിലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ആ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പാർട്ടിക്കിള് ഇതുപോലെ വീഴുന്ന സമയത്ത് നമുക്ക് ഇതേ കൺസിഡറേഷൻസ് കൊടുക്കാം. ഇതാണ് ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇഫക്റ്റ്. ആ ഇഫക്റ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാമെന്ന് വിചാരിക്കും. സപ്പോസ് ഓൺ ദി ഇക്വേറ്റർ, ഇഫ് ഇറ്റ് ഈസ് അറ്റ് ഇക്വേറ്ററിൽ ഫൈയുടെ വാല്യൂ എത്രയായിരിക്കും? അക്ഷാംശം 0. അപ്പോൾ കോറിയോളിസ് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 2ωv എന്ന് മാത്രമായി. 2ω×v. ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് കൊണ്ടുവന്ന വെലോസിറ്റി എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈ ഉണ്ടെങ്കിൽ കോസ് ഫൈ അതിൻ്റെ കൂടെ വരുന്ന മാത്രമേ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരു കേസ്. രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് പറയാവുന്നത്, ഈ ഇതിൽ ഫ്രീലി ഫാളിങ് എന്ന് പറയുന്നതിന് പകരം എർത്തിൽ തന്നെ, എർത്ത് ഈസ് റൊട്ടേറ്റിംഗ്, എർത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വസ്തു മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ എ റിവർ, ദ വാട്ടർ ഇൻ ദ റിവർ ഈസ് ഫ്ലോയിങ്. ആ വെള്ളത്തിന് എന്താണ് സംഭവിക്കുക? നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു നദി ഒഴുകുന്നു. ആ നദിയുടെ ഒഴുക്കുമ്പോൾ വേറൊരു പ്രശ്നമില്ല, കൃത്യമായിട്ട് ഒഴുകുന്ന ഒരു നദി. ഈ പ്രശ്നം കൊണ്ട് മാത്രം, ഏത് പ്രശ്നം? എർത്ത് കറങ്ങുന്നത് കൊണ്ട് മാത്രം വരുന്ന ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ എന്താ കാൽക്കുലേഷനിൽ വരിക? ഇതിന് മാറ്റമില്ല. സപ്പോസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ the river is flowing towards the north. The river is flowing towards the north. എനിക്ക് മാത്തമാറ്റിക്സിൽ ഇങ്ങനെ വെച്ചുകൂടെ? ഇറ്റ്സ് വെലോസിറ്റി v, വെള്ളത്തിൻ്റെ വെലോസിറ്റി നോർത്തേൺ ഡയറക്ഷനിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. എന്ത് വ്യത്യാസം വരും? കോറിയോളിസ് ആക്സിലറേഷൻ 2 × omega cross v minus 2 × omega cos phi j plus omega sin phi k cross vj. വീണ്ടും നമുക്ക് ക്രോസ് പ്രോഡക്റ്റിൻ്റെ മാത്തമാറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. j ക്രോസ് j 0, k ക്രോസ് j എന്ത് വരും? -i. അപ്പോൾ മൈനസും മൈനസും പോയി. 2 × omega × v × sin phi i. നേരത്തെ നമുക്ക് കിട്ടിയത് 2 × omega v cos phi i എന്നാണ്. ഇവിടെ കിട്ടിയത് 2 × omega v × sin phi i. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐയിലേക്ക്, ഐയുടെ ഡയറക്ഷനാണ്. ഇറ്റ് ഈസ് അലോങ് ദ ഈസ്റ്റേൺ ഡയറക്ഷൻ. അപ്പോൾ ഒരു നദി നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഇന്ത്യയിൽ ഒരു നദി ഒഴുകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന സമയത്ത് അതിൻ്റെ ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് അതുപോലും അറിയാതെ ഒരു ആക്സിലറേഷൻ വരികയാണ്. ഇറ്റ് എക്സ്പീരിയൻസസ് എ കോറിയോളിസ് ആക്സിലറേഷൻ ടുവേർഡ്സ് ദ ഈസ്റ്റേൺ ഡയറക്ഷൻ. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ട്. വെള്ളം വടക്കോട്ട് ഒഴുകുന്ന നദിയുടെ കിഴക്കേ സൈഡിലേക്ക്, ഈസ്റ്റേൺ സൈഡിലേക്ക് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നു. ഈസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഒരു റിവറിൽ
വാട്ടറിൽ ഇഫ് ദ റിവർ ഈസ് ഫ്ലോയിങ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ടുവേർഡ്സ് ഇറ്റ്സ് റൈറ്റ് സൈഡ്, ടുവേർഡ്സ് ദ നോർത്തേൺ ഈസ്റ്റേൺ സൈഡ്. ഐ മീൻ എന്തുണ്ടാവുക, നദി വടക്കോട്ട് ഒഴുകുന്ന നദിയുടെ വലതുവശത്തേക്ക് അതുപോലും അറിയാതെ എർത്തിൻ്റെ പ്രസൻസ് കൊണ്ട്, എന്ത് പ്രസൻസ്, എർത്തിൻ്റെ റൊട്ടേഷൻ, ഇറ്റ്സ് ഓൺ ആക്സിസിലുള്ള റൊട്ടേഷൻ കൊണ്ട് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. സാവധാനം ഈ നദിയുടെ വലത് കര ഇടിയും. ആരും കയ്യേറിയിട്ടോ അല്ലെങ്കിൽ ആരും ഇടിച്ചതല്ല. കൊല്ലങ്ങൾ കഴിയുമ്പോൾ ആ നദിയുടെ വലതുവശത്തെ റൈറ്റ് ബാങ്ക് വിൽ ബി ഇറോഡഡ്. അത് കുറേശ്ശെ മണ്ണിടിഞ്ഞ് നദിയുടെ കര ഇടിഞ്ഞ് നദി വടക്കോട്ട് കിഴക്കോട്ട് മാറി വരും കൊല്ലങ്ങൾ കഴിയുമ്പോൾ. ആദ്യത്തെ ഇതല്ല, വളരെ ചെറുതാണെങ്കിൽ പോലും ആ ഫോഴ്സിന് ഒരു റെലവൻസ് ഉണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റേൺ ആയിട്ട് മാറുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ എന്തായിരിക്കുന്നു ഊഹിക്കാം, ജസ്റ്റ് ഉൾട്ടയായിട്ട് നേരെ മറിച്ച് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് മാറും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെ നോർത്തിലേക്ക് ഒഴുകുന്നതിന് പകരം സൗത്തിലേക്ക് ഒഴുകുന്ന നദിയാണെങ്കിൽ അപ്പോഴും അതിൻ്റെ വലതുവശം, അതായത് പടിഞ്ഞാറ് സൈഡ് ഇടിയും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ നദിയുടെ വലതുവശം വലത് കര ഇടിയുന്നുണ്ടെങ്കിൽ അത് ആരുടെയും കുറ്റമല്ല, പകരം എർത്തിൻ്റെ മാത്രം കുറ്റമാണ്. എർത്ത് അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്നത് കൊണ്ട് മാത്രമുണ്ടാകുന്ന കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ടാണ് ഈ നദിയുടെ വലത് കര ഇടിഞ്ഞ് പോകുന്നത്. ആ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ കുറേ എന്താ പറയുക കൊമേഴ്സ്യൽ ട്രേഡ് വിൻഡുകൾ, അങ്ങനെ പല പല സൈക്ലോൺസ്, ഇതിലേക്കൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. സൈക്ലോൺസൊക്കെ വരുമ്പോൾ എന്താ പറയുക, കാറ്റ് ഇത് വരുമ്പോൾ അവിടുത്തെ എയറിൻ്റെ ഡെൻസിറ്റി മാറ്റം വരുന്നത് കൊണ്ടാണിത് സൈക്ലോണായിട്ട് വരുന്നത്. ആ സൈക്ലോൺ ഉണ്ടാവാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. കാരണം എയറിൻ്റെ മൂവ്മെൻറ്റിൽ ദർ ഈസ് എ ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ട് മാത്രം the hot air will be, instead of moving in the straight line, it will curl, rotate. That rotation, ultimately it will produce a cyclone. ഇത് തന്നെ നോർത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡ്, അണ്ടർ കറൻസ്, ഓഷ്യനിൽ വരുന്ന അടിയിലുള്ള ആ ജലപ്രവാഹങ്ങൾ, ഈ പ്രവാഹങ്ങളൊക്കെ നോർമലി ആ നദിയുടെ അല്ലെങ്കിൽ ആ കടലിൻ്റെ ഉള്ളിലൂടെ നോർത്തിലേക്കോ ഈസ്റ്റിലേക്കോ പോകേണ്ടതാണ്. പക്ഷേ നോർത്തിലേക്കോ ഈസ്റ്റിലേക്കോ ഡയറക്റ്റ് പോകുന്നതിന് പകരം നോർത്ത് ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് മാറും, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് മാറും. ഇറ്റ് ഈസ് they are simply due to the effect of Coriolis force, which is the effect of the rotation of the earth. അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ട് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ബാങ്കുകൾ നമുക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. റിവറിൻ്റെ റൈറ്റ് ബാങ്ക് എന്തുകൊണ്ട് ലെഫ്റ്റ് ഇടിയുന്നില്ല എന്ന് ചോദിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എല്ലാ നദികളുടെയും റൈറ്റ് ബാങ്കാണ് ഇടിയുക. കര സാവധാനം കൊല്ലങ്ങൾ കഴിയുന്തോറും ഇടിഞ്ഞ് നദിയുടെ ഡയറക്ഷൻ തന്നെ മാറി വരും. അത് സോഫ്റ്റായിട്ടുള്ള മണ്ണുള്ള സ്ഥലത്ത് സോഫ്റ്റായിട്ട് അവിടെ പെട്ടെന്ന് ഇടിയും. അങ്ങനെ ഇടിഞ്ഞ് ഈ പുഴയുടെ ഡയറക്ഷൻ തന്നെ മാറാനുള്ള അവസ്ഥ. ഇറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ആക്സിസ്. ബാക്കി കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ അതിൻ്റെ ആക്സിസിൽ മാത്രം കറങ്ങുന്ന കാര്യമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Besides this rotation, it is revolving around the sun. ആ revolution നമ്മളെടുത്താൽ it has also an angular velocity. It is also a rotating one. അപ്പോൾ എർത്തിന് സണ്ണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾ കൂടി നമ്മൾ ചേർക്കേണ്ടി വരും. അപ്പോൾ എനിവേ, coming to this Coriolis force, the basic effect you can note when a body is falling freely or when a river is flowing. In these cases you can substitute the proper values for omega and v. Omega, as it is fixed, the angular velocity of earth, it can be resolved into omega cos phi j
ജെയുടെ ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെയും ഫൈ വരും, ഇവിടെയും ഫൈ വരും. ഒമേഗ സൈൻ ഫൈ കെ, ദിസ് ഈസ് ഫിക്സഡ്. വെൻ വി കം ടു ഫ്രീലി ഫാളിങ്, വി വിൽ ബി ഈക്വൽ, the velocity will be equal to minus Vk, or when the river is flowing along the northern direction, V equal to Vj. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെ മൂവ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം, റിവറിൻ്റെ കേസിന് പകരം ഒരു ഷൂട്ടിങ് നടന്ന ഒരു ബുള്ളറ്റ് മൂവ് ചെയ്യുമെന്ന് വിചാരിക്കും നോർത്തേൺ ഡയറക്ഷനിൽ. നല്ല സ്പീഡിലൊരു ബുള്ളറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്തേൺ ഡയറക്ഷനിൽ തന്നെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്തേൺ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? ദാറ്റ് ബുള്ളറ്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദ ഈസ്റ്റേൺ ഓർ ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഒമേഗ കോസ് ഫൈ ഐ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഉന്നം നോക്കി വെട്ടി വയ്ക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര എക്സ്പെർട്ടായാലും അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ടിൽറ്റിങ്ങിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ചെറിയൊരു വാല്യൂ ഉണ്ട്. പക്ഷെ ആ വാല്യൂ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റെലവൻസ്. കാരണം നമ്മൾ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. അല്ലെങ്കിൽ അവിടെ ഉന്നം വെച്ച് നമ്മൾ വെടി വയ്ക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ആ ബുള്ളറ്റ് വന്ന് കൊള്ളുക. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഇതുപോലെ എടുക്കാം. സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും. ഫൈക്ക് പകരം ഇപ്പുറത്താണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? -5 ആയിരിക്കും എടുക്കുക, അല്ലേ? അപ്പോൾ എവിടെയൊക്കെ ഷിഫ്റ്റിങ് വരുമോ അവിടെ എല്ലാം നമുക്ക് ഇത് മാറ്റി റെപ്രസെൻ്റ് ചെയ്യും. ഫൈ എവിടെയുണ്ടോ അവിടെയൊക്കെ -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് കോസ് ഫൈ ഡസൻറ്റ് മാറ്റർ, കാരണം കോസ് ഫൈയും കോസ് -5 സെയിം ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സൈൻ ഫൈ വിൽ ബി ഈക്വൽ ടു sin -5 വിൽ ബി ഈക്വൽ ടു -sin ഫൈ. ജസ്റ്റ് ഉൾട്ടയായിരിക്കും വരിക. അപ്പോൾ ഈ പാർട്ടുകൾ നമുക്ക് വളരെ രസകരമായിട്ട് ചിന്തിക്കാവുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ കാണുന്ന, എർത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാം, ഏത് പ്ലാനറ്റിലേക്കും കൊടുക്കാം, ഏത് സിസ്റ്റത്തിലേക്കും, സോളാർ സിസ്റ്റത്തിലേക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ബേസ്, ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ വാല്യൂ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു അപകടം അതിലുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ആക്സിലറേഷൻ, വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഓൺ ഫോഴ്സ്, ദർ ഈസ് എ സ്യൂഡോ ഫോഴ്സ്, ദർ ഈസ് എൻ ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ തന്നെ ഇവിടെ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണ് 2 പാർട്ട് വന്നു. ഒന്ന് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ വന്നു, 2 ഇഫ് ദ ബോഡി ഇറ്റ് സെൽഫ് ഈസ് മൂവിങ്. റെസ്റ്റിലാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ മാത്രമേ ഉള്ളൂ. ഇഫ് ദ ബോഡി ഈസ് മൂവിങ് ഇറ്റ് ഹാസ് ആൻ അഡീഷണൽ ആക്സിലറേഷൻ, കോറിയോളിസ് ആക്സിലറേഷൻ. ഒമേഗ ക്രോസ് ആറിൻ്റെ കൂടെ ഒമേഗ ക്രോസ് വിയും കൂടി അതിൻ്റെ കൂടെ ചേർത്തു. ഇവിടെ ഈ ഒമേഗ കോസ് ഫൈയുടെ കേസിൽ നമുക്ക് ഒന്നും കൂടി നോട്ട് ചെയ്യാം. ഒരു ഫ്രീലി ഫാളിങ് ബോഡി എന്തുമാത്രം ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പലപ്പോഴും നമുക്ക് ചോദ്യമായിട്ട്, അല്ലെങ്കിൽ പല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വരുത്താവുന്ന. ഏതെങ്കിലും ഒരു ടവറിൽ നിന്ന് താഴേക്ക് വീഴുന്നു, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ടവറിൽ നിന്ന് താഴേക്ക് വീഴുന്നു. കോറിയോളിസ് ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. 2 × ωv cos phi i, ഓർ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ ഇത്രയും ഈസ്റ്റേൺ ഡയറക്ഷനിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈസ്റ്റേൺ ഡയറക്ഷനിൽ. ഈ ഫൈ ഈക്വൽ ടു 0 ഇക്വേറ്ററിലാണെങ്കിൽ എന്ത് വന്നു? 2 ω × v. ഇതാണ് ആക്സിലറേഷൻ്റെ വാല്യൂ. ആ ആക്സിലറേഷൻ്റെ വാല്യൂവിനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? താഴെ വീണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി എക്സ് ഡയറക്ഷൻ? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തുമാത്രം ഹൈറ്റിൽ നിന്ന് വീഴുന്നു അത് നോക്കിയിട്ട് നമുക്കെടുക്കാം. എന്തുമാത്രം സമയം കഴിഞ്ഞിട്ടാണ് വേണ്ടത് നോക്കാം. വെറുതെ ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ v = u + at വെച്ച് gt എന്ന് എഴുതാം. അറ്റ് എനി മൊമെൻറ്റ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ദിസ്. ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ എർത്തിൻ്റെ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gt, ഓർ 2 × ωgt. ഇതാണ് ആക്സിലറേഷൻ്റെ വാല്യൂ. d²x/dt²x അലോങ് ദി ഈസ്റ്റേൺ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള അസംപ്ഷനിൽ എടുത്തിരിക്കുക. ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ dx/dt കിട്ടും. 2 ×
omega into gt square by 2 plus a constant of integration. Constant of integration നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് 0 ആക്കി മാറ്റാം. at t equal to 0, at the beginning no velocity, therefore this term will be 0, this term will be 0, or c1 equal to 0, or you can remove it, or this is omega gt square. അതിന് ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താലോ, വെലോസിറ്റിയെ ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഒമേഗ ജി ടി ക്യൂബ് ബൈ 3 പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. C2വിനെ നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് അതും തട്ടിക്കളയാം. എങ്ങനെ? അറ്റ് ദ ബിഗിനിങ് ടി ഈക്വൽ ടു 0, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. എവിടെ നിന്നുള്ളത്? നോർത്തേൺ ഈസ്റ്റേൺ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് അസ്യൂം ചെയ്താൽ ദിസ് ഈസ് 0, C2 ഈക്വൽ ടു 0, or x equal to 1/3 omega gt cube. Or along when a body is freely falling after t seconds, the displacement is 1/3 omega gt cube. 1/3 omega gt cube, where t is the time taken for this journey. freely falling ആണ്. ഒരു ടവറിൻ്റെ മുകളിൽ നിന്നാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ പലപ്പോഴും ചെയ്യുള്ള എച്ച് ഹൈറ്റുള്ള ഒരു ടവറിൽ നിന്ന് താഴേക്ക് വീഴുന്നു. വെൻ ഇറ്റ് ടച്ചസ് ദി ഗ്രൗണ്ട്, വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? വെൻ ഇറ്റ് ടച്ചസ് ദി ഗ്രൗണ്ട്, വെൻ ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് എച്ച് മീറ്റർ. ഫോർ ദിസ് തിങ്ക് അബൌട്ട് ദ ടൈം ടേക്കൺ. ടൈം ടേക്കൺ ഫോർ ദിസ് ജേണി. ഡയനാമിക്സിൽ ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യല്ലേ. S equal to ut plus half at square. ഇത് 0. എസിന് പകരം എച്ച് ഹാഫ് ജി ടി സ്ക്വയർ, ഓർ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g. നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ എച്ച് മീറ്റർ ട്രാവൽ ചെയ്ത് താഴെ എത്തുമ്പോൾ അതിനെടുക്കുന്ന സമയം റൂട്ട് ഓഫ് 2h/g ആണ്. ഇതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല, ബൈ ഹാർട്ട് നമുക്കറിയാവുന്നതാണ്. root of 2h/g. Then you can substitute here as 1/3 into omega into g into t cube. ഇതിന് ക്യൂബ് കൊടുത്താൽ റേറ്റ് ടു 2h/g ഹോൾ റേസ് ടു 3/2. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ഇതാക്കാം. അതർവൈസ് യു ക്യാൻ യൂസ് ദിസ് ഫോർമുല ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. യു ക്യാൻ കാൽക്കുലേറ്റ് the value of x. What is x? x ഡയറക്ഷനിലേക്ക് ഈ ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് വരുന്ന ഷിഫ്റ്റ്, എക്സ് ഡയറക്ഷനിൽ വരുന്ന ഷിഫ്റ്റ്, ഈസ്റ്റേൺ ഡയറക്ഷനിൽ വരുന്ന ഷിഫ്റ്റ്, അത് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് വെറുതെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആക്സിലറേഷൻ്റെ വാല്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ കോസ് ഫൈ കാൽക്കുലേഷനിൽ സ്കിപ്പ് ചെയ്തെങ്കിലും യു ക്യാൻ ഇൻകോർപ്പറേറ്റ് ദിസ് വൺ. അറ്റ് ദി ഇക്വേറ്റർ എന്നുള്ളതിന് പകരം അറ്റ് എ ലാറ്റിറ്റ്യൂഡ് ഓഫ് ഫൈ യു accompany 5 here also the 5. അപ്പോൾ ആ വാല്യൂവിന് കോസ് 5 ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. എനിവേ ദി കാൽക്കുലേഷൻ ഈസ് വെരി സിമ്പിൾ. ഇത് തന്നെ ഒമേഗ സൈൻ ഫൈയുടെ കേസിൽ ഏതായിരുന്നു? 2 ഒമേഗ വി സൈൻ ഫൈ ഐ. എർത്തിൻ്റെ സർഫസിൽ നോർത്തേൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇനി നോർത്തേൺ ഡയറക്ഷനിൽ വേണമെന്നില്ല, ഏത് ഡയറക്ഷനിൽ എടുത്താലും യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. വിക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്ത് ഐയും ജെയും കെയും ഉപയോഗിച്ച് ഡയറക്ഷൻ കൊടുത്ത് ഒമേഗയ്ക്കും കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വസ്തുവിനും എങ്ങോട്ടാണ് ഇത് ആക്സിലറേഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എത്രയാണ്, ഇത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഡ്യൂ ടു ദിസ് റൊട്ടേഷൻ ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം, അതിൻ്റെ റൊട്ടേഷൻ കൊണ്ട് ഈ ഇഫക്റ്റ് ദ കോറിയോളിസ് ഫോഴ്സ്, ആ കോറിയോളിസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് കണ്ടുപിടിക്കുകയും കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് വന്ന ഒരു ഫൊക്കാൾസ് പെൻഡുലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഫൊക്കാൾസ് പെൻഡുലം എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ട് പറഞ്ഞത് ഈ റൊട്ടേഷൻ കൊണ്ടാണ്. എർത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇതിൽ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യാൻ വിട്ടാൽ നോർമലി ആ പെൻഡുലത്തിൻ്റെ ബോബ്
ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. ഈ പ്ലെയിനിൽ നേരെ ഓസിലേറ്റ് ചെയ്യുന്നു. ഈ ഓസിലേഷൻസിനെ ഇൻഡെഫിനിറ്റായിട്ട് നമുക്ക് പറയാം ഇതുപോലെ ആടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൺസിഡർ ദി ഇഫക്റ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ്. അതിൻ്റെ ഓരോ മൂവ്മെൻറ്റിലും അതിന് സ്വല്പം ഷിഫ്റ്റിങ് വരും. ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് പതുക്കനെ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോബ് എർത്തിൽ ഒരു റൗണ്ട്, ഒരു സർക്കുലർ മോഷൻ ഫോം ചെയ്യിക്കും. ബോബ് ഓഫ് ദി പെൻഡുലം മൂവ്സ് 24 മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത് നോക്കാം. സാവധാനം ഇങ്ങനെ ആയത് കുറച്ച് കഴിയുമ്പോൾ ചെരിഞ്ഞു ഈ വിധത്തിൽ ചെരിഞ്ഞ് പ്ലെയിൻ മാറിക്കൊണ്ടിരിക്കും. ആ ഇതാണ് ഫൊക്കാൾസ് പെൻഡുലം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഫൊക്കാൾസ് പെൻഡുലം. ഈ ഫൊക്കാൾസ് പെൻഡുലത്തിൻ്റെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്, എർത്തിൻ്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു 24 മണിക്കൂർ കൊണ്ടാണ് ഇതിൻ്റെ ആക്സിസിൽ കറങ്ങുന്നത്. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണ് ഫൊക്കാൾസ് പെൻഡുലം. അപ്പോൾ ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. ഇപ്പോൾ കൊറിയോളിസ് ഫോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഫൊക്കാൾസ് പെൻഡുലം. ആ ഫൊക്കാൾസ് പെൻഡുലത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിൽ നിന്ന് ടൈം പീരീഡ് ഓഫ് എർത്ത് 24 hours അത് നമുക്ക് ഭംഗിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മെക്കാനിക്സിൻ്റെ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പഠിച്ച ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഞാനൊന്ന് ബ്രീഫിങ് നടത്തുന്നു. ഒന്ന് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന FOR ഫ്രെയിം ഓഫ് റെഫറൻസ് അടിസ്ഥാനപ്പെടുത്തി വരുന്ന എന്തിനെങ്കിലും മെഷർമെൻറ്റിന് ആവശ്യമുള്ളത് 2 ക്ലാസിഫിക്കേഷൻസ് നടത്തി. ഒന്ന് ദ ഇനേർഷ്യൽ ഫ്രെയിം, ആ ഗലീലിയൻ ഫ്രെയിം എന്ന് വേറൊരു പേരും പറഞ്ഞ് വിളിച്ചു. അതിനങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്, ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്, ഗലീലിയൻ ഇൻവേരിയൻസ്, എന്താണ് വാരി ചെയ്യാത്ത ടേംസാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചിരുന്നു. ഡിസ്റ്റൻസിന് മാറ്റം വരില്ല, ഫോഴ്സിന് മാറ്റം വരില്ല, പല ടേംസിനും മാറ്റം വരാത്ത സിറ്റുവേഷൻസ്. ബട്ട് ഇൻ ദിസ് കേസ് സംഗതി മാറി. ഇത് ആ ഫ്രെയിം തന്നെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ മൂവ് ചെയ്യല്ല, വിത്ത് ആൻ ആക്സിലറേഷൻ. നമ്മൾ സിമ്പിൾ കേസ് എന്നുള്ള അല്ലെങ്കിൽ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു. ആക്സിലറേറ്റഡ് ഫ്രെയിം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് എടുക്കുമ്പോൾ എല്ലാ ടേംസിനും അതിനനുസരിച്ച് പ്രൊപ്പോർഷനാണ്. ഇൻ അഡീഷൻ ടു ദിസ് വെറുതെ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം, ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഹാസ് ആൻ ആക്സിലറേഷൻ, ആംഗുലർ വെലോസിറ്റി ഉണ്ട്, ലീനിയർ ആക്സിലറേഷൻ ഉണ്ട്. Due to that linear acceleration, there is centripetal force and the opposite centrifugal force or centrifugal reaction. In addition to this, with respect to the rotating frame, if a particle is moving, it suffers one more acceleration in addition to the centrifugal acceleration. That one more acceleration, we derived the equation and finally we arrived into this formula. The Coriolis, we called it as the Coriolis acceleration minus 2 omega cross v and the corresponding force minus 2 omega cross v, and we can calculate the effect of this one in this case regarding the earth, regarding the rotation of the earth. We can calculate the deflection or the displacement of a freely falling body. The deflection of river, the water in the river when it is flowing towards either northern direction or southern direction, whatever it may be, we can simply calculate the effect of it. That much about this one in this episode. ഇത്രയും കാലത്ത് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ കുറിച്ചുള്ളൊരു പഠനമായി. ഓക്കെ, ബൈ.